നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കാരണം യുഎഇയിൽ ഇന്ന് രാത്രിയോടെ ആരംഭിക്കുന്ന മഴ നാളെ ശക്തമാകുമെന്ന റിപ്പോർട്ട്. യുഎഇയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 22 മുതൽ 45 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് സൂചന. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സമിതി മുൻകരുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അജ്മാൻ, ഷാർജ എമിറേറ്റുകളിലെ വിവിധയിടങ്ങളിൽ ഇന്നലെ മഴ ലഭിച്ചു. ഖോർഫക്കാൻ, അലൈൻ, മുവൈല, മലീഹ എന്നിവിടങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചു. ഖത്തറിലും ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ ശക്തമായ മഴയും ഇടിമിന്നലും കനത്ത മഴയും കാരണം വ്യാപകമായി വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും ഉണ്ടായി. മക്കയിലും മദീനയിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളിയാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നാണ് സിവിൽ ഡിഫൻസ് നൽകുന്ന മുന്നറിയിപ്പ്. വെള്ളപ്പൊക്ക സാധ്യത മുൻനിർത്തി ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് ഓൺലൈൻ പഠനം നിർദ്ദേശിച്ചിരുന്നു. മെയ് മാസത്തിലെ പെട്രോൾ, ഡീസൽ വില പ്രഖ്യാപിച്ചു. യുഎഇയിലെ ഇന്ധനവില നിർണയ സമിതിയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.34 ദിർഹമാണ് പുതിയ നിരക്ക്. ഏപ്രിൽ മാസത്തിൽ 3.15 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോളിന് ലിറ്ററിന് 3.22 ദിർഹമാണ് പുതിയ വില. കഴിഞ്ഞ മാസം ഇത് 3.03 ദിർഹമായിരുന്നു. E+91 പെട്രോളിന് 3.15 ദിർഹമാണ്. ഏപ്രിൽ മാസത്തിൽ ഇത് 2.96 ദിർഹമായിരുന്നു. അതേസമയം ഡീസലിന് 3.07 ദിർഹമായി കുറഞ്ഞു. ഏപ്രിൽ മാസം 3.09 ദിർഹമായിരുന്നു. തുടർച്ചയായി 3-ാം മാസമാണ് പെട്രോൾ വിലയിൽ വർധനവ് രേഖപ്പെടുത്തുന്നത്. പറക്കും കാറുകൾക്കായുള്ള യുഎഇയുടെ ആദ്യ വെർട്ടിക്കൽ എയർപോർട്ടിന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകി. ഇതോടെ ദുബായ് അബുദാബി യാത്ര അരമണിക്കൂറിൽ സാധ്യമാകും. ഹ്രസ്വദൂര യാത്രയ്ക്ക് 5 പേർക്ക് വരെ ഉപയോഗിക്കാവുന്ന ചെറുവിമാനമാണിത്. 2026 വെർട്ടിപ്പോർട്ട് നിലവിൽ വരുന്നതോടെ ഇത്തരം എയർ ടാക്സി സർവീസ് വ്യാപകമാകും. ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയിലാണ് വിമാനം പ്രവർത്തിക്കുക. അബുദാബിയിൽ പ്രധാന ബിസിനസ്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാവും സേവനം. 2026 അവസാനത്തോടെ ഇന്റർസിറ്റി സർവീസ് തുടങ്ങിയേക്കും. US ആസ്ഥാനമായുള്ള ജോബി ഏവിയേഷൻ കമ്പനിയാണ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നത്. അഭ്യൂഹങ്ങളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി യുഎഇ പബ്ലിക് പ്രോസിക്യൂഷൻ. 1 വർഷം തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. അതേസമയം ഇത്തരം കുറ്റകൃത്യങ്ങൾ പകർച്ചവ്യാധി, പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾക്കെതിരെ പൊതുജന അഭിപ്രായം ഇളക്കിവിടുന്ന രീതിയിലുള്ളതായാൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവും 2 ലക്ഷം ദിർഹവുമാണ് ശിക്ഷ. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചാലും ശിക്ഷിക്കപ്പെടാം. സൗദി അറേബ്യയിലെ സർക്കാർ ജീവനക്കാർക്ക് ജോലി സമയത്ത് നിർബന്ധമായും ദേശീയ വസ്ത്രമായ തോബ് ധരിക്കണമെന്ന സൗദി രാജാവിന്റെ ഉത്തരവ്. ഡോക്ടർമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, എഞ്ചിനീയർമാർ തുടങ്ങി പ്രൊഫഷണൽ യൂണിഫോം ആവശ്യമുള്ളവരെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.